ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ നാനയുടെ ആദർശിൻ്റെയും ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അങ്ങനെ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് അഭി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട്, കണ്ടില്ലേ മുത്തശ്ശ, ഇത് ആദർശേട്ടൻ്റെ കുഞ്ഞ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഈ ദേഷ്യത്തിൽ മുത്തശ്ശനെ എന്ത് ചെയ്യുന്നുണ്ട്, ആദർശിനെ വിളിച്ച് ചോദ്യം ചെയ്യും അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ആദർശ് പറയുന്നുണ്ട് മുത്തശ്ശനോട്, മുത്തശ്ശ, സത്യമായിട്ടും എനിക്ക് ഈ പെൺകുട്ടിയെയും ഈ കുഞ്ഞിനെയും അറിയില്ല. ഈ സമയത്ത് അനഘ മരണപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ. ആ മരണ വീട്ടിലേക്ക് അവർ പോകുന്നുണ്ട്. ആദർശിനെ കണ്ട ഉടൻ തന്നെ ആ കുട്ടി വന്ന് അച്ഛ എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആദർശിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ച് ആ കുട്ടിയെ പഠിപ്പിച്ചതാണ് കേട്ടോ അബി, ഇതാണ് നിൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉടൻ തന്നെ ആദർശ് പറയുന്നുണ്ട് മുത്തശ്ശനോട്, സത്യമായിട്ട് മുത്തശ്ശ, ഇതെൻ്റെ കുട്ടിയല്ല, ഞാൻ ഒരിക്കലും സ്വീകരിക്കാൻ പോകുന്നില്ല. ആദർശേ, ഇത്രയും ചെറിയൊരു കുട്ടി നമ്മളെല്ലാവരെയും മുഖത്ത് നോക്കിയിട്ട് ഒരിക്കലും കളവ് പറയില്ല. നീ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല ആദർശേ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ആ കുട്ടിയെ എടുക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മുത്തശ്ശൻ ആ കുഞ്ഞിനെ ഒഴിവാക്കാൻ മനസ്സ് വന്നില്ല. ആരോരും ഇല്ലാത്ത കുഞ്ഞ്, ആകെ ഉണ്ടായിരുന്ന അമ്മ പോലും മരിച്ചു. മുത്തശ്ശൻ ആ കുട്ടിയെ അംഗീകരിക്കാൻ തീരുമാനിച്ചു. ഇതൊക്കെ കാണുമ്പോൾ ആദർശിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബന്ധുക്കളോ എന്ന് പറയുന്നവരോടൊക്കെ അടിയുണ്ടാക്കാൻ പോകുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, നീ തന്നെയാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനെന്ന്. ആദർശ് അവിടുന്ന് പറയുന്നുണ്ട്, ഈ കുട്ടി എൻ്റേതല്ലാന്ന്. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ പറയുന്നുണ്ട്, ഈ പിഞ്ചു കുഞ്ഞ് നിൻ്റെ അച്ഛാന്ന് വിളിച്ചിട്ട് നിൻ്റെ മനസ്സലിയുന്നില്ലേ, നീ എന്ത് ദുഷ്ടനാന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആദർശ് ഒന്നും തിരിയാത്ത അവസ്ഥയിലാണ് കേട്ടോ നിൽക്കുന്നത്. മുത്തശ്ശനാണെങ്കിൽ അനഘയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു, ചന്തുമോളെ അനാഥയാക്കില്ല എന്ന്. അനന്തപുരിയിൽ കൊച്ചുമകളായി വളർത്തുവെന്നു. മരിക്കാൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞൊരു ആഗ്രഹമാണല്ലോ, അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ അത് സാധിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. ഏത് കൊച്ചുമോനാണെന്ന് ചോദിക്കുന്ന സമയത്താണ് കേട്ടോ അനഘ മരണപ്പെടുന്നത്. പക്ഷെ ഇങ്ങനൊരു ചതി അഭി ചെയ്യുമെന്ന് അനഘ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പിന്നെ ആദർശിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇക്കാര്യത്തിൽ. അഭിയും മുത്തശ്ശനും കൂടിയിട്ട് ആ കുട്ടിയെ അനന്തപുരിയിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. അഭി ആ കുഞ്ഞിനെയും കൊണ്ട് അനന്തപുരിയിലേക്ക് കയറി ചെല്ലാണ് കേട്ടോ. ഈ സമയത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട്, അഭി ഇത് ഏതാ ഈ കുട്ടി, ഇത് അനന്തപുരിയിലെ കുട്ടിയാണെന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട്. ദേവ്യാനി ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിലെ കുട്ടിയോ, ആരെ കുട്ടിയാ എന്ന് ചോദിക്കുമ്പോഴേക്കും ജലജ എന്ത് ചെയ്യുന്നുണ്ട്, അഭിയെ പോയി അടിക്കുന്നുണ്ട്. ജലജ ചോദിക്കുന്നുണ്ട് അഭിയോട്, നീ എന്താടാ ചെയ്തേ, നീ വല്ല കേസ് ഒപ്പിച്ചോ, അതിലുണ്ടായിരുന്ന കുട്ടിയാണോ ഇത്? അമ്മ എന്തിനാ എന്നെ തല്ലുന്നത്, ഇത് എൻ്റെ കുട്ടിയൊന്നുമല്ല, ഇത് ആദർശയുടെ കുട്ടിയാ. ഇത് കേൾക്കുമ്പോൾ ദേവയാനി, നയനയോ ജാനകിയോ അനാമയോ ഒക്കെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജലജ ചോദിക്കുന്നുണ്ട്, നീ എന്താ പറയുന്നത്, ആദർശിൻ്റെ കുട്ടിയോ? സങ്കടം അഭിനയിച്ചുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ, അതേ അമ്മേ, ഇത് ആദർശേട്ടൻ്റെ കുട്ടിയാ. ഇത് കേട്ടപാടെ ദേവയാനി ആദർശിനെ അടിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നയന ഒരു സ്തംഭനാവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആദർശിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ കേൾക്കുന്നത്, ഇത് സത്യമാണോ? എനിക്ക് ഈ കുഞ്ഞിനെ അറിയ പോലുമില്ല, എനിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല അമ്മേ, എന്നെ വിശ്വസിക്കേ. ആദ്യമായിട്ടാണ് ഞാൻ ഈ കുഞ്ഞിനെയും അമ്മയൊക്കെ കാണുന്നത്. കേട്ടതോടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, നിർത്തിക്ക ആദർശ് നിന്റെ നുണ പറച്ചിൽ. എന്നിട്ട് മുത്തശ്ശൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നുണ്ട് കേട്ടോ. കേട്ടതോടെ നാന പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടുകയാണ് കേട്ടോ. ഈ സമയത്ത് ജലജ പറയുന്നുണ്ട്, ഓ എന്തായിരുന്നു, ആദർശിനെ തലയിലേറ്റി നടന്നതല്ലേ, ഇപ്പൊ കണ്ടോ തനി സ്വഭാവം, എന്നെ എൻ്റെ മകനെ ഇവിടെ എല്ലാവരും താഴ്ത്തി കെട്ടുമായിരുന്നില്ലേ, ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ, ആദർശിന്റെ തനി സ്വഭാവം പുറത്തായാലും. ഇത്രയും വലിയൊരു കുഞ്ഞിന്റെ അച്ഛനാണവൻ, നാണം കെട്ടവൻ, എന്നിട്ടാണ് എല്ലാവരുടെയും മുമ്പിൽ സത്യസന്ധത അഭിനയിച്ച് നിൽക്കുന്നത്. തുടർന്നുള്ള കിടിലൻ എപ്പിസോഡുകൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.